ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും അവളുടെ വിവാഹശേഷമുള്ള ആദ്യത്തെ നാളുകൾ. എന്നാൽ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയായ ആ 19-കാരിയുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് വെറും 39-ാമത്തെ ദിവസം സംഭവിച്ചത് കേട്ടാൽ ആരുടെയും നെഞ്ചൊന്നു പിടയും. പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കളുടെയും ഉറക്കം പോലും നഷ്ടപ്പെടും. അത്രയും വലിയ ക്രൂരതയാണ് അവിടെ സംഭവിച്ചത്. തൃക്കുന്നപ്പുഴ പാനൂർ സ്വദേശിയായ അബ്ദുൽ നാസറിന്റെയും റഹ്മത്തിന്റെയും മകൾ ഫാത്തിമ എന്ന 19-കാരിയെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള അമ്മയാകാൻ തയ്യാറെടുത്തിരുന്ന ആ ഗർഭിണിയായ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്തത്? അന്വേഷിച്ചിറങ്ങിയ പോലീസിന് മുന്നിൽ തെളിഞ്ഞത് അതിക്രൂരമായ പീഡനങ്ങളുടെ കഥകളാണ്. കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു പുന്നപ്ര സ്വദേശിയായ മുഹമ്മദ് നൌഫലുമായി ഫാത്തിമയുടെ വിവാഹം നടക്കുന്നത്. വിവാഹ സമയത്ത് 11.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് പെൺകുട്ടിയുടെ കുടുംബം നൽകിയിരുന്നത്. എന്നാൽ ആർത്തിയടങ്ങാത്ത ഭർത്താവും വീട്ടുകാരും സ്ത്രീധനം കുറഞ്ഞുപോയെന്നാരോപിച്ച് ഈ 19-കാരിയെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. അവിടെയും തീർന്നില്ല. കേട്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ഫാത്തിമയ്ക്ക് തലമുടി കുറവാണെന്ന പേരിൽ ഭർത്താവും വീട്ടുകാരും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്യമായി ശകാരിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. സ്വന്തമായി വലിയ ബിസിനസ് ഉണ്ടെന്ന് നുണ പറഞ്ഞാണ് നൌഫൽ ഈ വിവാഹം കഴിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഭർത്താവിന് മറ്റൊരു യുവതിയുമായി വഴിവിട്ട ബന്ധമുള്ള കാര്യം ഫാത്തിമ അറിഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്തതിന് ഒരിക്കൽ പുലർച്ചെ 2 മണിക്ക് ഈ പെൺകുട്ടിയെ നൌഫൽ വീടിന് പുറത്താക്കിയെന്നും ആരോപണമുണ്ട്. മരണദിവസമായ വ്യാഴാഴ്ച ഉച്ചയ്ക്കും നൌഫൽ ഫാത്തിമയുടെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നു. ഇയാൾ ഇറങ്ങിപ്പോയതിനു ശേഷം സങ്കടം സഹിക്കാനാവാതെ ഫാത്തിമ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും നൌഫൽ കോൾ കട്ട് ചെയ്യുകയായിരുന്നു. ഒടുവിൽ മുറിയിൽ കയറി വാതിലടച്ച ഫാത്തിമയെ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ദാരുണമായ കാഴ്ച കാണുന്നത്. നിലവിൽ ഭർത്താവ് നൌഫൽ, ഇയാളുടെ അമ്മ, സഹോദരി എന്നിവർക്കെതിരെ ഗാർഹിക സ്ത്രീധന പീഡനത്തിന് തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വർണത്തോടും പണത്തോടുമുള്ള ചിലരുടെ ആർത്തി ഇല്ലാതാക്കുന്നത് പാവപ്പെട്ട എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ്. ഇനിയൊരു ഫാത്തിമ ആവർത്തിക്കാതിരിക്കാൻ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.